ഒരു നല്ല ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്യുന്നതെന്നുള്ളതാണ് എല്ലാ ഓണ്ടർപ്രണറുടെയും അടിസ്ഥാനപരമായ തോട്ട് പ്രോസസ്സാണ്. അതായത് ക്യാഷ് ഫണ്ട് അല്ല, വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക. അദ്ദേഹത്തിന് ഇപ്പോ ഒരാൾക്ക് ഒറ്റയ്ക്ക് വളരാനുള്ള പരിമിതികളുണ്ട്. ആ പരിമിതികൾക്ക് അപ്പുറം പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വ്യക്തികൾക്ക് അപ്പുറത്തേക്ക് ഇത് വളർത്തണം. കറക്റ്റ്. അപ്പൊ ആ യാത്രയിൽ കുറെ നല്ല ആൾക്കാർ വരികയും കൂടുകയൊക്കെ ചെയ്യും. അപ്പൊ അവിടെ എല്ലാം ഈ പറയുന്ന പീപ്പിൾ എന്ന് പറഞ്ഞ എലമെന്റ് ആണ്. അപ്പൊ കൂടെയുള്ള ആൾക്കാരുടെ കപ്പാസിറ്റി, കാലിബർ, ഇതൊക്കെ അല്ലെങ്കിൽ അവരുടെ നമുക്ക് ഫ്യൂച്ചറിസ്റ്റിക് ആണോ. എന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു 10-15 കോടി രൂപ ടേൺ ഓവർ ചെയ്യുന്ന ആളായിരിക്കും. അയാൾ ഒരു 50-100 കോടി രൂപ ടേൺ ഓവർ കൊണ്ട് ഈ സ്കിൽ സെറ്റ്, ഈ ഇൻവെൻട്രി, പ്രൊഡക്ഷണൽ ഇൻവെൻട്രി ഉണ്ടാവുന്നത് പോലെ തന്നെ പീപ്പിൾ ഇൻവെൻട്രി, എൻ്റെ കയ്യിലുള്ള പീപ്പിൾ ഇൻവെൻട്രി അതിന് സഫീഷ്യൻ്റ് ആണോ അല്ലേ? ഭയങ്കര റെലവെന്റ് ആയിട്ടുള്ള, കാരണം പലപ്പോഴും എനിക്ക് തോന്നുന്നു ഈ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുമ്പോൾ അതിനെ പലപ്പോഴും ഒരു ഫാക്ടറിയുടെ പാരാമീറ്റർ ആയിരിക്കാൻ തോന്നുന്നു. അപ്പൊ ഫാക്ടറിയോടൊപ്പം തന്നെ എൻ്റെ കൂടെയുള്ള ആളുകൾ ഈ ഗ്രോത്തിന് ആ പീപ്പിൾ ഇൻവെന്ററി എന്ന് പറയുന്നത് നമ്മൾ പ്രോഡക്റ്റിൽ പല ഗ്രേഡും ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ്, റോ മെറ്റീരിയൽസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് പോലെ തന്നെ പല ഗ്രേഡിലുള്ള, പല സ്കിൽസിലുള്ള, പല കപ്പാസിറ്റിയുള്ള പീപ്പിൾ ഇൻവെന്ററി നമുക്ക് ഉണ്ടോ ഇല്ലെന്ന് നോക്കണം.